ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രശാന്ത് സദാശിവ്. പലപ്പോഴും പലരും കൈതരിപ്പ് എന്ന് പറഞ്ഞ് വരാറുണ്ട്. അവരുടെ എല്ലാവരും ഒരു സംശയം എന്ന് പറഞ്ഞാൽ അവരുടെ കൈക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞാണ് എല്ലാവരും വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കൈതരിപ്പ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, ഈ കൈതരിപ്പിൻ്റെ കാരണങ്ങൾ എന്താണ്, അതിൻ്റെ മറ്റെന്തെങ്കിലും ലക്ഷണങ്ങൾ അതിൻ്റെ കൂട്ടത്തിലുണ്ടോ, ഇതിന് എന്താണ് ചികിത്സ, ഇതിന് മരുന്നുകളാണോ വേണ്ടത് അതോ എക്സസൈസുകളാണോ വേണ്ടത്, ഇങ്ങനെ മുഴുവൻ കാര്യങ്ങളും പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കൈതരിപ്പ് ഉണ്ടാകുന്നവർ പറയുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അവർ രാത്രി കിടന്നുറങ്ങുമ്പോൾ തലയിൽ ഇങ്ങനെ കൈ സപ്പോർട്ട് ചെയ്ത് വെച്ചാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈ ധരിച്ചിരിക്കുന്നു. അപ്പോൾ അവരുടെ എല്ലാവരും വിശ്വാസം എന്താണെന്ന് പറഞ്ഞാൽ കുറേ സമയം ഒരേ പൊസിഷനിൽ കൈ ഇങ്ങനെ വെച്ചിരിക്കുന്നു. അത് തലയുടെ ഭാരവും കൊണ്ട് കൈ അമർന്നിരുന്ന ശേഷം അവിടെ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞിട്ടാണ് അവർക്ക് ആ തരിപ്പുണ്ടാകുന്നത് എന്നാണ് അവരുടെ ഒരു സംശയം. അതുപോലെ തന്നെ ചില ആളുകൾ ചിലപ്പോൾ പറയാറുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കത്തി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു, കുറച്ച് സമയം കഴിയുമ്പോൾ കൈ ധരിച്ചു വരുന്നു എന്ന് പറയാറുണ്ട്. അപൂർവം ചില ആളുകൾ പറയാറുണ്ട് കയ്യിൽ നിന്ന് കത്തി സ്ലിപ്പായി പോയാൽ പോലും അത് അറിയാൻ പറ്റുന്നില്ല എന്ന്. വേറെ ചിലർ പറയാറുള്ളത് മൊബൈല് കൂടുതൽ നേരം ഉപയോഗിക്കുമ്പോൾ, അത് ആരോടെങ്കിലും കൂടുതൽ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ കൈ ധരിച്ചു വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് പറയാറുണ്ട്. ചില ആളുകൾ പറയാറുണ്ട് ഇപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കൂടുതൽ നേരം നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ കമ്പിയിൽ പിടിച്ചുകൊണ്ട് കുറേ സമയം നിന്ന് കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ കൈ ധരിച്ചു വരുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാമാണ് കൂടുതലും ഈ കൈതരിപ്പുമായിട്ട് ആളുകൾ വരാറുള്ളത്. അപ്പോൾ എന്താണ് ഈ കൈതരിപ്പിൻ്റെ പ്രശ്നം എന്നുള്ളത് അവർക്കെല്ലാവരും അറിയേണ്ടത്. അവരുടെ കൈക്ക് എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടോ, കയ്യിലെ ബ്ലഡ് സർക്കുലേഷൻ്റെ കുറവാണോ, ഞരമ്പിൻ്റെ പ്രശ്നമാണോ എന്നെല്ലാം ഇവർ ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത് കൈയുടെ ഒരു പ്രശ്നമല്ല, കാരണം അവരുടെ കൈക്കൊന്നും യാതൊരു പ്രോബ്ലവും ഇല്ല. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഒരു ഞരമ്പിൻ്റെ പ്രശ്നമാണ്. പക്ഷെ പ്രശ്നം ഇരിക്കുന്നത് കയ്യിലുമല്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിലാണ് ഇതിൻ്റെ പ്രശ്നം ഇരിക്കുന്നത്. അപ്പോൾ എന്താണ് കഴുത്തിലെ പ്രശ്നം? നമ്മുടെ കഴുത്ത് എന്ന് പറയുന്നത്, കഴുത്തിൻ്റെ എല്ലുകൾ എന്ന് പറയുന്നത് 7 എല്ലുകൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ കഴുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഴുത്തിൽ കൂടിയാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും നിയന്ത്രിക്കുന്ന ഞരമ്പുകൾ, അതായത് നെർവ്സ് ഉത്ഭവിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിൽ നിന്നാണ്. അപ്പോൾ ഈ തലച്ചോറിൽ നിന്ന് ഈ ഞരമ്പുകൾ ശരിക്കും പറഞ്ഞാൽ ഈ നട്ടെല്ല് എന്ന് പറയുന്നത് കുറേയധികം എല്ലുകൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഹോളുണ്ട്. ആ ഹോളിൽ കൂടിയാണ് ഈ ഞരമ്പുകൾ പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വന്ന ശേഷം ഈ ഓരോ എല്ലിൻ്റെയും ഇടയിലൂടെ ഓരോ ഭാഗത്തേക്കുള്ള ഞരമ്പുകളും പുറത്തേക്ക് വരുന്നു. അപ്പോൾ കൈയുടെ ഭാഗത്ത് നിയന്ത്രിക്കുന്ന ഞരമ്പുകൾ പുറത്തു വരുന്നത് കഴുത്തിൽ കൂടിയാണ്. അപ്പോൾ ഈ കഴുത്തിലെ എല്ലുകൾക്ക് ഒരു 10-40 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രായത്തിൻ്റെതായ ചേഞ്ചുകൾ ഉണ്ടാകാറുണ്ട്. അപ്പം അങ്ങനെ വരുന്ന ചേഞ്ചുകൾ ഉണ്ടാകുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ട് സംഭവിക്കുന്നത്. ഒന്ന്, ഈ എല്ലുകളുടെ ഇടയിൽ ഡിസ്ക് എന്ന് പറയുന്ന ഒരു വസ്തുവുണ്ട്. അപ്പോൾ ഈ ഡിസ്കിന് ചില ഡിസ്കുകൾക്ക്, അതായത് അതിനകത്ത് അത് ചുരുങ്ങുന്നുണ്ട്. അതായത് അതിനുള്ളിലുള്ള വെള്ളത്തിന്റെ അളവ് കുറഞ്ഞ് ഒരു ഡീഹൈഡ്രേഷൻ സംഭവിച്ച് അത് ചുരുങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എല്ലുകളെ പരസ്പരം കെട്ടിവെക്കുന്നത് പോലെയുള്ള ലിഗമെന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനവും നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ ലിഗമെന്റിന് ആ ടൈറ്റ്നെസ് കുറഞ്ഞിട്ട് അത് കുറച്ച് ലൂസ് ആവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ഈ എല്ലുകളുടെ ഇടയിലുള്ള ഈ ഡിസ്ക് എന്ന് പറയുന്നത് അത് സ്ഥാനം മാറിപ്പോകും. അത് കറക്റ്റ് പൊസിഷനിൽ ഇരിക്കുന്നതിന് പകരം ഒരു സൈഡിലേക്കോ മുന്നിലേക്കോ ഒക്കെ തള്ളി വരാറുണ്ട്. ഇങ്ങനെ തള്ളി വരുമ്പോൾ അതിനിടയിലുള്ള ഞരമ്പുകൾ പ്രസ്സാവുകയും ആ പ്രസ്സാവുന്ന ഞരമ്പ് ഏത് ഭാഗത്തേക്കാണോ പോകുന്നത് ആ ഭാഗത്ത് നമുക്ക് തരിപ്പ്, മരവിപ്പ്, അതുപോലെ തന്നെ ചിലപ്പോൾ ചൂട് അനുഭവപ്പെടാം, ചിലപ്പോൾ തണുപ്പ് അനുഭവപ്പെടാം, അതുപോലെ വേദന അനുഭവപ്പെടാം. അപ്പോൾ ഈ ഉണ്ടാകുന്ന പ്രശ്നത്തിനെയാണ് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് എന്ന് പറയുന്നത്. ഈ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് കയ്യിൽ തരിപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പ്രശ്നം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40 വയസ്സിന് ശേഷമാണ് കൂടുതലായിട്ട് കാണാറുണ്ട്. പക്ഷെ ഇപ്പോൾ അതിൽ കുറഞ്ഞ പ്രായത്തിലുള്ളവർക്കും ഇത് കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ പ്രായമായ എല്ലാവർക്കും ഈ പ്രശ്നം ഉണ്ടാകാറുണ്ടോ? അങ്ങനെ ഉണ്ടാകുന്നില്ല. അപ്പൊ എന്താണ് അതിന് കാരണം? അപ്പൊ നമ്മുടെ ഭാഗത്തുണ്ടാകുന്ന ചില തെറ്റായ ശീലങ്ങൾ കൊണ്ടുകൂടിയാണ് ഈ പ്രശ്നം കൂടുതൽ വഷളാകുന്നത്. അതിലെ പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം ഈ തലയ്ക്ക് കൈവച്ച് കിടക്കുക എന്നുള്ള ഒരു പ്രശ്നം തന്നെയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കിടക്കുമ്പോൾ തല കുറച്ച് പൊങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ഈ കഴുത്തിന്റെ എല്ലുകൾക്ക് ഒരു സ്ട്രെയിൻ ഉണ്ടായി അവിടെ ഒരു തേയ്മാനം, ഇതിന് തേയ്മാനം എന്നാണ് നമ്മൾ മലയാളത്തിൽ സാധാരണ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ ഒന്നും തേഞ്ഞു പോകുന്നില്ല, പക്ഷെ എങ്കിലും ഈ പ്രശ്നത്തിന് പറയുന്ന ഒരു പേര് തേയ്മാനം എന്നാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ആ തേയ്മാനം സംഭവിക്കുന്നത് ഇതുകൊണ്ടാണ്.
അതുപോലെ തന്നെ ചില ആളുകൾ വളരെ പൊക്കത്തിൽ തലയണ ഉപയോഗിച്ചിട്ടാണ് കിടക്കാറുള്ളത്. ചില ആളുകൾ ഒന്നിൽ കൂടുതൽ തലയണ വയ്ക്കാറുണ്ട്, ചില ആളുകൾ കുറച്ച് വളരെ പൊക്കമുള്ള തലയണ വയ്ക്കാറുണ്ട്. അപ്പൊ കിടക്കുന്നതിന് അവർക്കൊരു കംഫർട്ട് ഫീൽ ചെയ്യുമെങ്കിലും ഇത് തുടർന്ന് വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ഈ സർവൈക്കൽ സ്പോണ്ടൈലോസിസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ തലയണ ഉപയോഗിക്കുമ്പോൾ തലയണയുടെ പൊക്കം എപ്പോഴും ശ്രദ്ധിക്കുക. വളരെയധികം പൊക്കമുള്ള തലയണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമായിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നീട് വരുന്ന ഒരു കാര്യം, നമ്മുടെ കഴുത്തിന് നമ്മൾ അധികം അനക്കം കൊടുക്കുന്നില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും ഈ കഴുത്ത് യഥാർത്ഥ രീതിയിൽ ഉപയോഗിക്കുന്നത് പോലുമില്ല. ഇപ്പൊ നമ്മൾ ഇപ്പോൾ ഈ സമയം ഇക്കാലങ്ങളിൽ നമ്മൾ ഒരാളെ പിന്നോട്ട് തിരിഞ്ഞു പോലും നോക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കഴുത്തിന് അനക്കം കുറവാണ്. അപ്പൊ അനക്കം കുറവായിട്ട് ഇരുന്ന് കഴിഞ്ഞാലും ഈ ഡിസ്കിന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പൊ ഇതെല്ലാമാണ് ഈ സെർവൈക്കൽ സ്പോണ്ടൈലോസിസിന് കാരണമായിട്ട് വരുന്ന നമ്മുടെ ഭാഗത്തുണ്ടാകുന്ന തെറ്റായ കാരണം. അപ്പൊ ഇത് നമുക്ക് മാറ്റുന്നതോടെ സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് മാറാനുള്ള ഒരു പ്രധാന വഴി. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കിടന്നുറങ്ങുമ്പോൾ ഒരിക്കലും കൈ തലയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കിടന്നുറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ആ ഒരു ശീലം വർഷങ്ങളായിട്ട് തുടർന്നു വരികയാണെങ്കിൽ അത് പതുക്കെ അത് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യമെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും പതുക്കെ അത് നമ്മുടെ ഒരു ശ്രമത്തിലൂടെ തന്നെ നമുക്ക് ആ ഒരു ശീലം മാറ്റിയെടുക്കാവുന്നതാണ്. രണ്ടാമതായിട്ട്, നിങ്ങൾ വളരെ പൊക്കമുള്ള തലയണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ തലയണയുടെ പൊക്കം കുറയ്ക്കുക. അതുപോലെ പൊക്കം കുറഞ്ഞ തലയണയാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ തലയണ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഇപ്പോൾ ചില ആളുകൾ അങ്ങനെ ചെയ്യുമ്പോൾ പറയാറുണ്ട്, തീരെ കിടന്നുറങ്ങാനായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു, കാരണം അതൊരു ശീലമായി പോയി എന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ അവരോട് സജസ്റ്റ് ചെയ്യുന്നത്, ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ട് നമ്മുടെ ഒരു തലയണയുടെ ഷേപ്പിൽ മടക്കിയെടുക്കുക. അപ്പോൾ എന്ത് പൊക്കമുണ്ടോ ആ പൊക്കം വെച്ചിട്ട് കിടക്കുക. പക്ഷെ ഇത് തലയണ ഇല്ലാതെ കിടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതൊരു ശീലം, അതൊരു കുറെ വർഷങ്ങളായിട്ട് തുടർന്നു വരുന്ന ഒരു ശീലം കൊണ്ടാണ് നമുക്ക് ആ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. പക്ഷെ അത് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കൈതരിപ്പ് എന്നുള്ള പ്രശ്നം പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും. അതുപോലെ തന്നെ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം കഴുത്തിനുള്ള എക്സസൈസുകളാണ്. അത് കഴുത്തിന് മൂവ്മെന്റ് കൊടുക്കുന്ന എക്സസൈസുകൾ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ തല നേരെ പിടിച്ച ശേഷം വശങ്ങളിലേക്ക് നോക്കുക. അത് രണ്ടു വശങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ഇടതുവശത്തേക്കും വലതുവശത്തേക്കും നോക്കുക. അതുപോലെ തന്നെ താഴേക്കും മുകളിലേക്കും നോക്കുക. അതുപോലെ തന്നെ കഴുത്ത് വട്ടത്തിൽ ഒന്ന് കറക്കുക, അത് രണ്ടു വശത്തേക്കും. അത് എത്ര തവണ ഇടതുവശത്തേക്ക് ചെയ്യുന്നു അത്രയും തവണ തന്നെ വലതുവശത്തേക്ക് ചെയ്യുക. ഈ എക്സസൈസുകൾ പതിവായിട്ട് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഈ കഴുത്തിന്റെ എല്ലുകൾക്ക് ആ ഒരു മൂവ്മെന്റ് സംഭവിക്കുകയും ആ ഡിസ്കുകൾ മാറിയിരിക്കുന്നുണ്ടെങ്കിൽ അത് പൊസിഷനിലേക്ക് വരികയും അതുപോലെ ലിഗമെന്റുകൾ അതിന്റെ ടൈറ്റ്നെസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടൈറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഈ സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് പ്രശ്നം മാറുന്നതാണ്. അതുപോലെ തന്നെ ചില ആളുകൾക്കെങ്കിലും ഈ കഴുത്തിന്റെ ബാക്കിൽ പെയിൻ കൂടി ഇതിനോടൊപ്പം വരാറുണ്ട്. അത് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് വളരെ കൂടിയ സ്റ്റേജിലാണ് അങ്ങനെ കഴുത്തിന്റെ ബാക്കിൽ വേദന വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളത്, കുറച്ച് വെള്ളം ചൂടാക്കിയ ശേഷം ഈ കഴുത്തിന്റെ ബാക്കിലായിട്ട് ഒന്ന് ചൂട് പിടിക്കുന്നത് അതിന് നല്ലതായിരിക്കും. അത് രാത്രി സമയത്ത് കിടക്കുന്നതിന് മുമ്പ് ചൂട് പിടിച്ചിട്ട് കിടക്കുന്നതാണ് അതിന് ഉത്തമമായിട്ടുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കൂടുതൽ ഈ കഴുത്തിന് വേദന അല്ലെങ്കിൽ ഈ കൈക്ക് തരിപ്പ് കൂടുതലായിട്ടുള്ളവർ ഒരേ സാധനം തന്നെ കുറേ സമയം പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഒഴിവാക്കേണ്ടതാണ്. ഇപ്പൊ കട്ട് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്നോ രണ്ടോ തവണകളായിട്ട് അതിന്റെ ഇടയിൽ ചെറിയൊരു വിശ്രമം, ഒരു 5 മിനിറ്റെങ്കിലും വിശ്രമം എടുത്ത ശേഷം ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും. അതുപോലെ കൂടുതൽ സമയം കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ മൊബൈലിലൊക്കെ ആണെങ്കിലും കുനിഞ്ഞു കൂടുതൽ സമയം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കഴുത്തിന്റെ പ്രശ്നം കൂടാനായിട്ടാണ് ഉപകരിക്കുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൂടുതൽ സമയം കുനിഞ്ഞു നോക്കുന്നത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. പിന്നീട് ഇതിന് മരുന്നുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് മരുന്നുകളുണ്ട്. പക്ഷെ മരുന്നുകൾ ഇതിന് ഒരു സപ്പോർട്ടിംഗ് റോള് മാത്രമേ എടുക്കുന്നുള്ളൂ. നമുക്ക് വേദന കുറയാനും ആ ലിഗമെന്റ്സ് ടൈറ്റ് ആകാനും അതുപോലെ തന്നെ ആ ഡിസ്കിന്റെ മാറ്റം ഉണ്ടെങ്കിൽ ആ ഞരമ്പുകൾക്ക് എന്തെങ്കിലും കേട് വന്നിട്ടുണ്ടെങ്കിൽ ആ കേടുകൾ മാറാനും നമുക്ക് മരുന്നുകളുണ്ട്. ഈ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ നല്ല റിലീഫ് കിട്ടാറുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ ഈ തെറ്റായ ശീലങ്ങൾ തുടർന്നുകൊണ്ട് ഈ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു വശത്തൂടെ അത് കുറയാനുള്ള മരുന്നുകൾ കഴിക്കുന്നു, അതോടൊപ്പം തന്നെ നിങ്ങൾ തെറ്റായ ശീലങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങൾ കൂടുതലാകാനാണ് സാധ്യത. അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മളിവിടെ ഈ ശീലങ്ങൾ മാറ്റുകയാണ് വേണ്ടത്. ഈ വേദന അല്ലെങ്കിൽ ഈ
തരിപ്പ് ഉണ്ടാകാനായിട്ട് കഴുത്തിന്റെ എല്ലിന് തേയ്മാനം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ ആദ്യം ഒഴിവാക്കുകയാണ് വേണ്ടത്. അത് നമ്മൾ ആ ശീലങ്ങൾ ഓരോന്നും മാറ്റിയെടുത്ത ശേഷം നമ്മൾ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും, ആ പ്രശ്നം പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ ഈ കഴുത്തിന്റെ പ്രശ്നങ്ങള് നമ്മൾ ഈ കൈ തരിപ്പിലേക്ക് വരുന്നത് കൊണ്ടാണ് പലരും ഇത് കഴുത്തിന്റെ പ്രശ്നമായിട്ട് സംശയിക്കാത്തത്. പക്ഷെ ഈ കൈ തരിപ്പ് കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതിന്റെ കഴുത്തിന്റെ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കി അതിന് വേണ്ട ചികിത്സകൾ ചെയ്താൽ മാത്രമേ ഈ കൈതരിപ്പ് പൂർണ്ണമായിട്ട് മാറി നിങ്ങൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിക്കുകയുള്ളൂ.